ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നമുക്ക് കർത്താവിൻ്റെ കൃഷ്ണാനുഭവങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി സമയക്കുറവായതുകൊണ്ടും കുറച്ച് കാര്യങ്ങൾ 1-2 വാക്യങ്ങളിൽ മാത്രം ഒന്ന് ചിന്തിച്ച് ദൈവത്തിന് തിരുമേശ ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാൻ പാടില്ല. ഹല്ലേലൂയ. കർത്താവ് സ്ഥാപിച്ച ഈ ശുശ്രൂഷ പ്രത്യേകമായി നാം കേട്ടു. മർക്കോസ് തന്റെ ഭവനത്തെ വിട്ടുകൊടുത്തപ്പോൾ മർക്കോസിന്റെ ഭവനത്തിലാണ് ആദ്യമായി കർത്താവ് ഈ ശുശ്രൂഷയെ സ്ഥാപിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ മേശ എന്നാണ് ഈ ശുശ്രൂഷയെ കുറിച്ച് ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാൻ പാടില്ല. വിശുദ്ധിയോടെ വേർപാടോടെ ഹല്ലേലൂയ തിരുമേശയിൽ നിന്ന് പങ്കാളികളാകണമെന്നാണ് ഈ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. കർത്താവിന്റെ മേശ എന്നും കർത്താവിന്റെ അത്താഴം എന്നുമുള്ള ഭാഗങ്ങളൊക്കെ ഈ ദിവനത്തിൽ നമുക്ക് തിരുമേശ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവിന്റെ അത്താഴം എന്നൊരു പദം വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ മേശ എന്നുള്ള പദം കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നുറുക്കുക എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ അപ്പം നുറുക്കുകയും കൂട്ടായ്മ ആചരിച്ചു അല്ലേ കർത്താവിനെ മഹത്വപ്പെടുത്തിയത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം നുറുക്കുക, കർത്താവിന്റെ അത്താഴം, കർത്താവിന്റെ മേശ എന്നീ പദങ്ങൾ നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും. ദൈവത്തിന് നന്ദി കരയറ്റും കൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാണ്. കർത്താവ് തന്നെ അതാണ് ചെയ്തത്. കർത്താവ് വാഴ്ത്തി, അപ്പം എടുത്ത് വാഴ്ത്തി എന്നുള്ള പദം ഗേവ് താങ്ക്സ് എന്നുള്ള പദമാണ്. കർത്താവ് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പം എടുത്ത് വാഴ്ത്തി സ്തുതിക്കുക, ആരാധിക്കുക, നന്ദി പറയുക എന്നുള്ള പദങ്ങൾ. യൂക്കാരിസ്റ്റ് എന്നുള്ളൊരു പദവും കൂടെ അവിടെ നമുക്ക് കാണാൻ കഴിയും. സംസർഗം, ഇതൊരു കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. കൂട്ടായ്മ എന്നുള്ള പദവും അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതിനെ ഹോളി കമ്മ്യൂണിയൻ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. സംസർഗം, കൂട്ടായ്മ. ഹല്ലേലൂയ. യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ഇത് കർത്താവുമായിട്ടുള്ളൊരു കൂട്ടായ്മയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാമുദായിക സ്വർഗ്ഗം വിശ്വസിക്കുന്നത് പോലെ ഹല്ലേലൂയ ഈ പാനപാത്രവും ഈ അപ്പവും കർത്താവിന്റെ ശരീരമായി രൂപാന്തരപ്പെടുന്നില്ല, ശരീരമായി മാറുന്നില്ല. ഹല്ലേലൂയ. പകരം കർത്താവിന്റെ ശരീരത്തിന്റെ ഓർമ്മയാകുന്നു, ആലങ്കാരികമായി ശരീരത്തെ പ്രതിദാനം ചെയ്യുന്നതാകുമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ഭാഗം വായിച്ച നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായി നാം ചിന്തിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. തന്റെ സഹോദരനായ ലോത്തിനെ നല്ല നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് തന്നെ വിട്ടുപോയെങ്കിലും ഹല്ലേലൂയ താൻ സഹോദര പ്രീതിയുള്ളവനായിരുന്നു, സഹോദരനോട് സ്നേഹമുള്ളവനായിരുന്നു. ലോത്തിനെ ഹല്ലേലൂയ പിടിച്ചുകൊണ്ടുപോയപ്പോൾ തന്റെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസികളുമായി ഹല്ലേലൂയ ലോത്തിനെ അബ്രഹാം മടക്കി പ്രാപിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ജയിച്ചു വരുന്ന അബ്രഹാമിനെ പേടിച്ചെന്ന വ്യക്തിയാണ് മൽക്കീസേദെക്ക് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ ശാലേം രാജാവാണ്. ശാലേം എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ, സമാധാനം. ഹല്ലേലൂയ. ശാലേം രാജാവാണ്. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനും കൂടെയായിരുന്നു. അവൻ എന്ത് കൊണ്ടുവന്നു? അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് തിരുമേശ ശുശ്രൂഷയുടെ നിഴലും കൂടെയാണ്. അവൻ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. മൽക്കീസേദെക്ക് യേശു കർത്താവിന്റെ പഴയ നിയമ പ്രത്യക്ഷതകളിൽ ഒന്നാണെന്ന് ചിന്തിക്കപ്പെടുന്നു. യേശു കർത്താവിന്റെ സാദൃശ്യമാണ്. സമാധാനത്തിന്റെ പുരോഹിതനാണ് അവൻ, സമാധാനത്തിന്റെ രാജാവാണ്. അവൻ എന്ത് കൊണ്ടുവന്നു? അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. ഇത് തിരുമേശ ശുശ്രൂഷയുടെ നിഴലാണ്. ആർക്കാണ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത്? അബ്രഹാമിന്. ഹല്ലേലൂയ. ജയിച്ചു വരുന്നവനാണ് ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പാപത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചു കളഞ്ഞ്
ഹല്ലേലൂയ, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജയജീവിതം നയിക്കുന്നവന് വേണ്ടി ദൈവം ഒരുക്കിയ ശുശ്രൂഷയാണ്. അവനാണ് അപ്പവും വീഞ്ഞും ലഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയിച്ചു വരുന്ന അബ്രഹാമിന് വേണ്ടിയിട്ടാണ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത്. 2 ഹല്ലേലൂയ 19-ാമത്തെ വാക്യത്തിൽ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നതിന് ശേഷം ഒരു പദം കൂടെ കാണുന്നു. അവനെ അനുഗ്രഹിച്ചു. ഈ ശുശ്രൂഷ നിമിത്തം നാം അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കാമോ? എന്താ പറഞ്ഞ അനുഗ്രഹിച്ചത്? താഴെ വായിച്ചാട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പാപത്തെ ജയിച്ചവൻ, ശാപത്തെ ജയിച്ചവൻ, രോഗത്തെ ജയിച്ചവനെ ഹല്ലേലൂയ അപ്പവും വീഞ്ഞും കൊടുത്ത് ഹല്ലേലൂയ അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ ഹല്ലേലൂയ പഴയ നിയമത്തിലെ ഹല്ലേലൂയ പുരോഹിതനായിരുന്ന ശലേം രാജാവായിരുന്ന മൽക്കീസേദെക്ക് അനുഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി വചനം പറയുന്നു, അവൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതനാണ്. എബ്രായർക്കെഴുതിയ ലേഖനം വേഗത്തിൽ വായിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ. എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു, ശലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ അതിലേറ്റു ചെന്നു അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ്. നമ്മുടെ നീതിയുടെ രാജാവ് ആരാ? യേശു കർത്താവ്. അങ്ങനെ പഴയ നിയമത്തിൽ വെളിപ്പെട്ട മൽക്കീസേദെക്ക് യേശു കർത്താവായിരുന്നു. അവൻ നീതിയുടെ രാജാവ്. മാത്രമല്ല അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. അവൻ ശലേം രാജാവാണ്, സമാധാനത്തിന്റെ രാജാവ്. എന്തുകൊണ്ടാണ് അവൻ മൽക്കീസേദെക്ക് യേശു കർത്താവിന്റെ പഴയ നിയമ പ്രത്യക്ഷതയാണെന്ന് എബ്രായ ലേഖകൻ പറയുന്നത്? അവന് പിതാവില്ല, അവന് മാതാവില്ല, അവന് വംശാവലിയില്ല, അവന് ജീവാരംഭമില്ല, അവന് ജീവാവസാനമില്ല. പിതാവില്ലാത്ത, മാതാവില്ലാത്ത, ജീവാരംഭമില്ലാത്ത, ജീവാവസാനമില്ലാത്ത ഒരേ ഒരുവനേ ഉള്ളൂ. ഇന്നും എന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന, ആൽഫയും ഒമേഗയുമായിരിക്കുന്ന, ആദ്യനും അന്ത്യനുമായിരിക്കുന്ന നമ്മുടെ കർത്താവാകുന്നു മൽക്കീസേദെക്കായി വെളിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവപുത്രന് തുല്യനായി പുരോഹിതനായിരിക്കുന്നു. 4-ാമത്തെ വാക്യങ്ങളുടെ നാം വായിച്ച് നിർത്തുവാൻ പോകും. ഇവനെത്ര മഹാനെന്ന് നോക്കുവിൻ. ഹല്ലേലൂയ. യഹൂദന്മാർ ഇസ്രായേൽ ഗോത്രപിതാവായി, ഹല്ലേലൂയ, അവരുടെ വലിയ നായകനായി, വിശ്വാസത്തിന്റെ പിതാവായി വെച്ചിരിക്കുന്നത് അബ്രഹാമാണ്. എന്നാൽ ആ അബ്രഹാമും കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10-1 കൊണ്ട് കൊടുത്ത് അനുഗ്രഹം വാങ്ങുവാൻ തക്കവണ്ണം അവൻ മഹാനായിരുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വംശാവലിയില്ലാത്ത, പിതാവില്ലാത്ത മൽക്കീസേദെക്ക് മഹാനായിരുന്നെങ്കിൽ ഹല്ലേലൂയ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുന്ന യേശു കർത്താവ് എത്ര മഹാനെന്ന് നോക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പുരോഹിതനിൽ നിന്ന് അപ്പവും വീഞ്ഞും റിസീവ് ചെയ്ത് പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങുവാൻ അബ്രഹാമിന് കഴിഞ്ഞതുപോലെ ഇന്ന് രാത്രി നമ്മുടെ മഹാപുരോഹിതനായിരിക്കുന്ന നമ്മെ ഹല്ലേലൂയ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയ, വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി മാറ്റിയ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനും നാം മഹാപുരോഹിത വർഗവുമായി മാറിയിരിക്കുകയാണ്. അവനിൽ നിന്നാണ് ഈ അപ്പവീഞ്ഞിനെ നാം റിസീവ് ചെയ്യുന്നത്. അവനാണ് നമ്മെ അനുഗ്രഹിക്കുവാൻ പോകുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഒരു ഭാഗം മാത്രം ഞാൻ വായിച്ച് ഹല്ലേലൂയ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം